and welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനിരിക്കുന്നത് ഒരു ഹെയർ പാക്ക് ആണ്. ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യാനും മുടി നന്നായിട്ട് നല്ല ഉള്ളുള്ള മുടി വളരാനും വളരെ യൂസ്ഫുൾ ആണ്. മാത്രമല്ല നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആവാനും നമ്മുടെ തലയോട്ടിയുടെ ഡ്രൈനെസ് മാറ്റാനും എല്ലാം തന്നെ വളരെ സഹായകരമായിട്ടുള്ള ഒരു പാക്കാണ്. ഇത് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കരിഞ്ജീരകമാണ്. അപ്പോൾ കരിഞ്ജീരകം എന്ന് പറയുന്നത് മരണത്തിന് ഒഴിച്ചു മറ്റെല്ലാ രോഗങ്ങൾക്കും വളരെ നല്ലതാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഈ പാക്ക് ചെയ്യാൻ പോകുന്നത്. ആരെങ്കിലും എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി വരും. അതുകൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ എന്റെ ചാനലിലെ വീഡിയോ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഒരു അപ്ഡേറ്റ് ഉണ്ട്. purple.comന്റെ ആപ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50% ഓഫ് ഉണ്ട് എക്സ്ക്ലൂസീവ് ബ്രാൻഡ്സിന്. അപ്പോൾ അതിന്റെ കോഡും ഡീറ്റെയിൽസും എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ട സാധനം കരിഞ്ജീരകമാണ്. ഈ കരിഞ്ജീരകം എന്ന് പറയുന്നത് കാണുമ്പോൾ എള്ള് പോലെ തന്നെ ഉണ്ടാവും. ഓൺലൈനിലും സൂപ്പർ മാർക്കറ്റ്സിലും നാട്ടുമരുന്ന് കടകളിലും എല്ലാം തന്നെ ഈസി ആയിട്ട് ലഭ്യമായിട്ടുള്ളതാണ് ഈ കരിഞ്ജീരകം എന്ന് പറയുന്നത്. കരിഞ്ജീരകം പാക്സ് ഉണ്ടാക്കാൻ മാത്രമല്ലാതെ നമുക്ക് ആഹാരത്തിലും ചേർക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കുറച്ച് കരിഞ്ജീരകം എടുത്തിട്ട് മിക്സിയിൽ ഇട്ട് പൊടിച്ചെടുക്കുക. ചെറിയ അളവിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തരിതരിയായിട്ടാണ് കിട്ടുക. കുറച്ച് കൂടുതൽ ഇട്ട് പൊടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല പൗഡർ ആയിട്ട് കിട്ടും. എന്നിട്ട് നമ്മളത് പിന്നീട് യൂസ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ കരിഞ്ജീരകം പൊടിച്ചെടുത്തതിൽ നമ്മൾ ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഞാനിവിടെ ഗുഡ് വൈബ്സിന്റെ കോൾഡ് പ്രസ്ഡ് കാരിയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണ നല്ല പ്യുവർ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പൊ ഈ പൊടിയിലേക്ക് ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഈ വെളിച്ചെണ്ണ ഒഴിക്കാനായിട്ട് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അടുത്തതായിട്ട് ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ആവണക്ക എണ്ണയാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഗുഡ് വൈബ്സിന്റെ കോൾഡ് പ്രസ്ഡ് കാരിയർ കാസ്റ്റർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ആവണക്ക എണ്ണയാണോ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അത് ഉപയോഗിക്കാം. അപ്പോൾ ഇതും കൂടെ അതിലേക്ക് ഒരു സ്പൂണ് അങ്ങനെ ആ അളവിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനിയും 2 സാധനം കൂടി ഇതിൽ ചേർക്കാനുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് ഉള്ളിയുടെ എസെൻഷ്യൽ ഓയിലാണ്. ഉള്ളി എന്ന് പറയുന്നത് നമ്മുടെ മുടി വളരാനായിട്ട് വളരെ നല്ലതാണ്. പെട്ടെന്ന് മുടി വളരാനായിട്ടും പുഴുക്കടി കഷണ്ടി ഒക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ടും വളരെ നല്ലതാണ്. അത് മാത്രമല്ല നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പ് നൽകാനായിട്ടും ഡാൻഡ്രഫ് അതായത് താരൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ടും വളരെ നല്ലതാണ്. എസെൻഷ്യൽ ഓയിലിന്റെ പകരം നമ്മൾ വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഉള്ളി മിക്സിയിലിട്ട് അരച്ച് ജ്യൂസ് എടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ജ്യൂസ് എടുക്കാനായിട്ട് സമയമില്ലാത്തവര്, ഹോസ്റ്റലിൽ ഇരിക്കുന്നവര്, വർക്കിംഗ് വുമൻ എല്ലാം തന്നെ ഇതുപോലെ എസെൻഷ്യൽ ഓയിൽസ് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാനായിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2-3 ഡ്രോപ്സ് ഓണിയന്റെ എസെൻഷ്യൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ അതിലേക്ക് 2 സ്പൂണ് നല്ല കട്ടിയുള്ള തൈര് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് കട്ടിയായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് ലൂസായി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പാക്കിന്റെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരിക. അപ്പോൾ പൊടി നന്നായിട്ട് പൊടിയാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ തലയിൽ തേക്കുമ്പോൾ നല്ല തരിതരിയായിട്ട് ഉണ്ടാവും. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കരിഞ്ജീരകം മിക്സിയിലിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ഫൈനായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്ക്. ഈ പാക്ക് ഇപ്പം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന്റെ മുന്നത്തെ ദിവസം രാത്രി ഞാൻ എൻ്റെ തലയിൽ ഫുള്ളായിട്ട് എണ്ണ തേച്ച് പിടിപ്പിച്ചതായിരുന്നു. അതുകൊണ്ടാണ് മുടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നത്. അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്യാം. മുന്നത്തെ ദിവസം നന്നായിട്ട് തലയിൽ എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് പാക്ക് ഇടുന്നതിന്റെ മുന്നത്തെ ദിവസം അടുത്ത ദിവസം നമുക്ക് ഈ പാക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. വളരെ നല്ലതാണ്. പാക്ക് അപ്ലൈ ചെയ്തിട്ട് മിനിമം ഒരു 30 മിനിറ്റെങ്കിലും തലയിൽ തന്നെ വിടണം. മാക്സിമം നമ്മൾക്ക് 1.5 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെയും നമ്മൾ പാക്ക് തലയിൽ തന്നെ വിടാം. ഒരു പ്രശ്നം ഉണ്ടാവില്ല. വളരെ നല്ലതാണ്. പിന്നെ അതിനുശേഷം നമ്മൾ തീർച്ചയായിട്ടും ഒരു മൈൽഡ് ഷാമ്പു അല്ലെങ്കിൽ ഹോം മെയ്ഡ് ഷാമ്പു ഉപയോഗിച്ച് കഴുകുന്നതായിരിക്കും നല്ലത്. ആ ഓണിയന്റെ ഉള്ളിയുടെ ആ സ്മെല്ല് നമ്മുടെ തലയിൽ ഉണ്ടാവുന്നതുകൊണ്ട് നല്ലൊരു മൈൽഡ് ഷാമ്പു അല്ലെങ്കിൽ ഹോം മെയ്ഡ് ഷാമ്പു അല്ലെങ്കിൽ പൗഡർ, ചെറുപയർ പൊടി, കടലപ്പൊടി ഇതുപോലെ എന്തായാലും യൂസ് ചെയ്തിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ്. ഈ വീഡിയോയിൽ ഉപയോഗിച്ച പ്രോഡക്ട്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. പാക്ക് യൂസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റിസൾട്ട്സും സജഷൻസും കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും പറയാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതുപോലെ ഒരു നല്ല വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പ്രിയ ജെയിൻ. ബൈ. ടേക്ക് കെയർ.